നീറ്റ് വിഷയത്തിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. SFIയുടെ കോഴിക്കോട്ടെ മാർച്ച് നേരത്തെ കണ്ണൂരിലെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കാണുന്നത് കോഴിക്കോട്ടെ നീറ്റ് പരീക്ഷ റദ്ദാക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നീറ്റ് ക്രമക്കേടിൽ SFIയുടെ പ്രതിഷേധം കോഴിക്കോട്ട് അരങ്ങേറുന്നു. ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള SFIയുടെ ഒരു വലിയ നിര ഉണ്ട്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം. സംഘർഷാന്തരീക്ഷമാണ് കോഴിക്കോട്. സംസ്ഥാന വ്യാപകമായി നീറ്റ് വിഷയത്തിൽ പ്രതിഷേധത്തിന് ആഹ്വാനം നൽകിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കോഴിക്കോട്ടും പ്രതിഷേധ പരിപാടി നടക്കുന്നത്. അഞ്ജന സുകുമാരനുണ്ട്. അഞ്ജന, സംഘർഷമാണോ? പോലീസ് സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? അല്പം മുമ്പാണ് ഇത്തരത്തിൽ SFIയുടെ നേതൃത്വത്തിൽ ഇൻകം ടാക്സ് ഓഫീസിലേക്ക് വലിയ മാർച്ചുമായി SFI പ്രവർത്തകരെത്തിയത്. SFI കേന്ദ്ര കമ്മിറ്റി അംഗം താജുദ്ദീന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. DC ഓഫീസിൽ നിന്നുമാണ് വലിയ രീതിയിൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് ഇരച്ച് കയറിയിരിക്കുന്നത്. അവിടെ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിരുന്നു. അത് മറിച്ചിടാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിനെ തടുക്കാൻ ഇപ്പോൾ ജലപീരങ്കി ഉപയോഗിച്ചിരിക്കുകയാണ് പോലീസ്. ഇതുവരെയും അല്പം മുമ്പ് വരെയും ജലപീരങ്കി ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ജലപീരങ്കി പിൻവലിച്ചിരുന്നു. പക്ഷേ പ്രവർത്തകർ വിട്ടുപോകാൻ തയ്യാറല്ല. അവർ മുദ്രാവാക്യം വിളിച്ചതുമായി ബാരിക്കേഡിന് മുകളിലേക്ക് കയറുകയാണ്. വലിയ പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിൽ വ്യാപകമായി SFI ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. പലയിടത്തേക്കും കേന്ദ്ര സ്ഥാപനങ്ങൾക്കെതിരെ ഇത്തരത്തിൽ ഒരു വലിയ പ്രതിഷേധം തന്നെയാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് കോഴിക്കോട് ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത്. വലിയ പ്രതിഷേധമാണ് വിവിധ ഇടങ്ങളിൽ നടക്കുന്നത്. നേരത്തെ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് SFI പ്രവർത്തകർ തള്ളിക്കയറിയിരുന്നെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് പോലീസിന്റെ ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ട് SFI പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി പരീക്ഷാ ക്രമക്കേട്, പരീക്ഷാ പേപ്പർ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് നീറ്റ് റദ്ദാക്കിയത്. നീറ്റ് പ്രവേശന പരീക്ഷ നടത്തിയതിലെ ക്രമക്കേടുകൾ ഓരോന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് SFI സമരം നടത്തുന്നത്. കൊല്ലത്തും മാർച്ച് സംഘർഷഭരിതമായിരിക്കുന്നു. സംസ്ഥാന വ്യാപകമായി SFI പ്രവർത്തകർ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുകയാണ്. അത് പലയിടത്തും സംഘർഷത്തിൽ കലാശിക്കുന്നു. വളരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ട വിഷയമാണ് നീറ്റ് പരീക്ഷാ ക്രമക്കേട് എന്നുള്ളത്. യാതൊരു സംശയവുമില്ല. കഷ്ടപ്പെട്ട് മാസങ്ങൾ പഠിച്ച കുട്ടികളെ സംബന്ധിച്ച് ആ കുട്ടികൾക്ക് വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരുന്ന സാഹചര്യമാണ്. അവരുടെ അധ്വാനം മുഴുവൻ വേസ്റ്റായ സാഹചര്യമുണ്ട്. ശരിക്കും പഠിച്ച് എഴുതിയ കുട്ടികളോട് കാണിച്ച വലിയ നീതികേടാണ്. അപ്പോൾ ആ വിഷയത്തിൽ രാജ്യവ്യാപകമായ പ്രതിഷേധമുണ്ട്. കേരളത്തിൽ വളരെ ശക്തമായ പ്രതിഷേധം SFI നടത്തുന്നു. ചോദ്യപേപ്പർ ചോർച്ചയിലും ഒപ്പം പരീക്ഷ റദ്ദാക്കലുമാണ് പ്രതിഷേധം. ഇന്ത്യക്ക് പകരം ഒരു സംവിധാനം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിൻ്റെ സുപ്രീം കോടതിയിൽ ഹർജി വന്നിട്ടുണ്ട്. കോടതിയിലേക്കടക്കം കാര്യങ്ങൾ എത്തുകയാണ്. വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ പ്രതിഷേധ പരിപാടികൾ. കോഴിക്കോട്ട് പ്രതിഷേധം നടക്കുന്നത് ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിലാണ് SFIയുടെ പ്രതിഷേധം. കൊല്ലത്തും SFIയുടെ പ്രതിഷേധമുണ്ട്. അതും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. മുദ്രാവാക്യം മുഴക്കുകയാണ് SFI പ്രവർത്തകർ. കോഴിക്കോട് ജലപീരങ്കി പ്രയോഗിച്ചു. കണ്ണൂരിൽ നേരിയ സംഘർഷം നേരത്തെ ഉണ്ടായിരുന്നു. ഹെഡ് പോസ്റ്റ് ഓഫീസിനുള്ളിലേക്ക് പ്രവർത്തകർ ഇരച്ചു കയറുന്നത് നമ്മൾ കണ്ടതാണ്. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് SFI. പ്രത്യേകിച്ച് കേരളത്തിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ SFI കൂടുതൽ സജീവമാകുക, സമര സംഘടന എന്നാണല്ലോ സാധാരണ നിലയിൽ SFI പറയുക. അങ്ങനെ സജീവമാകൽ കൂടി പുതിയ പ്രതിപക്ഷ നിരയെ സംബന്ധിച്ച് വളരെ അനിവാര്യമായ ഒന്നുകൂടിയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയത്തിൽ ഇപ്പോൾ സമരപാതയിലേക്ക് സജീവമാവുകയാണ് വീണ്ടും SFI എന്ന രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. ഇതിപ്പോൾ കേന്ദ്രത്തിനെതിരായ ഒരു സമരം, NDAക്കെതിരായ ഒരു സമരം എന്ന നിലയിൽ കാണാം. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലും ഒപ്പം പരീക്ഷ റദ്ദാക്കിയതിനും പ്രതിഷേധിച്ചുകൊണ്ടാണ് SFI ഇപ്പോൾ പ്രതിഷേധ പരിപാടി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട്ട് ബാരിക്കേഡുകൾ മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിക്കുന്നു. കൊല്ലത്ത് മുദ്രാവാക്യം മുഴക്കുന്നു. പാലക്കാടും പ്രതിഷേധം അരങ്ങേറുന്നുണ്ട് എന്നാണ് ഗോകുൽ അവിടെ നിന്ന് നൽകുന്നവരും. കണ്ണൂരിൽ നേരത്തെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. CK വിജയൻ വിവരങ്ങൾ നൽകിയതാണ്. അവിടെ പോസ്റ്റ് ഓഫീസിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറിയായിരുന്നു വലിയ പ്രതിഷേധം ഉണ്ടായത്. ഇന്നലെ തിരുവനന്തപുരത്ത് AG's ഓഫീസിലും പ്രതിഷേധമുണ്ടായിരുന്നു. വലിയ പ്രതിഷേധം SFIയുടെ നേതൃത്വത്തിൽ. പോലീസിന്റെ ബാരിക്കേഡുകൾ SFI പ്രവർത്തകർ പൊക്കിയെടുത്ത് മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ആ ബാരിക്കേഡുകൾ SFI പ്രവർത്തകർ മറിച്ചിട്ടിരുന്നു. SFI പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെ തുടർന്ന്, നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പോലീസ് എന്നൊരു വിവരമുണ്ട്. എവിടെയാണ് ലാത്തി ചാർജ്? കോഴിക്കോടാണോ? കോഴിക്കോട് നേരത്തെ തന്നെ ഒരു സംഘർഷാന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇത് കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങൾ ആണ് എന്നാണ് മനസ്സിലാകുന്നത്. കോഴിക്കോട്ടൊരു സംഘർഷാന്തരീക്ഷം ഉണ്ടായിരുന്നു. നീറ്റ് പരീക്ഷ റദ്ദാക്കലിൽ ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിലാണ് SFIയുടെ വലിയ പ്രതിഷേധം അരങ്ങേറുന്നത്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമുണ്ടായി. ഒരു സംഘർഷാന്തരീക്ഷമുണ്ട്. പക്ഷേ പോലീസിനെ സംബന്ധിച്ചൊരു വല്ലാത്ത ഘട്ടമാണല്ലോ. ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു സാഹചര്യത്തിനും താല്പര്യത്തിനും അനുസരിച്ചാണ് സാധാരണ നിലയിൽ പോലീസ് പ്രവർത്തിക്കുക. ഇപ്പോൾ
സർക്കാരില്ല. അർത്ഥത്തിൽ പറയാൻ കഴിയില്ല. ഇവിടെ പോലീസുകാരുടെ സാന്നിധ്യം അവനെ കാണുന്നില്ല, മാറി നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഇന്നലെ പക്ഷേ തിരുവനന്തപുരത്ത് പോലീസും SFI പ്രവർത്തനം തമ്മിൽ ഒരു ഉന്തും തള്ളും ഒക്കെ ഉണ്ടായി. അതെ അതെ, SFIയുടെ വലിയ സമരം തന്നെ. SFI പ്രവർത്തകർ തെരുവിലിറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ CPIM-നെ സംബന്ധിച്ച് അവരുടെ നേതൃയോഗങ്ങൾ ചേരുകയാണ്. തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ തോൽവിക്ക് ശേഷം മുഴുവനായി ഒരു ആലസ്യത്തിലേക്കോ അതല്ലെങ്കിൽ ഒരു സംഭ്രമത്തിലേക്കോ പരിഭ്രമത്തിലേക്കോ ഒക്കെ ഒരു വഴുതിയിരുന്നു എങ്കിൽ ഈ ജെൻസി കുട്ടികളെ സംബന്ധിച്ച് SFI പ്രവർത്തകർ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായാലും ജെൻസി കുട്ടികളാണല്ലോ, അവരെ സംബന്ധിച്ച് പക്ഷേ യാതൊരു ആലസ്യവുമില്ല. ചടുലമായി സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സംസ്ഥാന വ്യാപകമായി SFI പ്രതിഷേധിക്കുകയാണ്. ഇതിനിടയ്ക്ക് അലോഷ്യസ് സേവ്യറിനെതിരെ ചില പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടോ. ഇവിടെ SFI തെരുവിൽ സമരത്തിന് ഇറങ്ങുമ്പോൾ KSU ഗ്രൂപ്പ് കളിച്ച് നടക്കുകയാണ് എന്ന മട്ടിൽ KC പക്ഷത്തിന് വേണ്ടി അഭിപ്രായം പറയുന്നവരെ VD പക്ഷക്കാർ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതിന്റെ ഭാഗം കൂടിയാണത്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ യുദ്ധമാണ്. നോക്കിപ്പോൾ ക്യാമ്പസുകൾ അങ്ങനെ സജീവമല്ലാത്ത മെയ് മാസമാണ്, സജീവമല്ലാത്ത കാലമാണ്. പക്ഷേ എല്ലായിടത്തും SFIക്ക് കൂടുതൽ കുട്ടികൾ അണിനിരത്തി സമരം സജീവമാക്കാൻ കഴിഞ്ഞു എന്നത് അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് കൂടിയാണ്. നേരത്തെ അവരാക്ഷ പറഞ്ഞ ഒരു കോർഡിനേഷൻ നല്ല നിലയിൽ നടക്കുന്നുണ്ട്. ഭരണമാറ്റം സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിലും SFIയിൽ ആ ഒരു കോർഡിനേഷൻ പ്രകടമാണ്. എല്ലായിടത്തും വലിയ ശക്തിയോടുകൂടി ഈ പ്രതിഷേധം സംഘടിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതിനിടയിലാണ് കോൺഗ്രസിൽ പക്ഷേ മറ്റ് തരത്തിലുള്ള ഏറ്റുമുട്ടലുകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അലോഷ്യസ് സേവ്യറിനടക്കം സൈബർ അറ്റാക്ക് നേരിടേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. നേരത്തെ